ഏകീകൃത കുർബാന തർക്കത്തിൽ കുർബാന തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് ഫരീദാബാദ് അതിരൂപത. ഏകീകൃത കുർബാനയല്ല എന്ന പ്രചാരണം തെറ്റാണ്. പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവർ സങ്കുചിത മനസ്ഥിതിയുള്ളവരെന്നാണ് അതിരൂപതയുടെ പ്രതികരണം. PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അരവിന്ദ്, ഈ ഏകീകൃത കുർബാന വിഷയം, ഈ തർക്കത്തിൽ എന്താണ് നിലവിലിപ്പോൾ അതിരൂപതയുടെ പ്രതികരണം? അവിടുത്തെ കഴിഞ്ഞ ഞായറാഴ്ച ഡൽഹിയിലെ ചില ദേവാലയങ്ങളിൽ ഈ കുർബാന ക്രമവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം വിശ്വാസികളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. കുർബാന തടസ്സപ്പെടുത്തുന്ന നിലപാടിലേക്ക് എല്ലാം വിശ്വാസികൾ പോയിരുന്നു. അവർ അന്ന് ചൂണ്ടിക്കാണിച്ചത് ഏകീകൃത കുർബാനയല്ല കൃത്യമായി നടക്കുന്നത്. ഇതിൽ ഫരീദാബാദ് അതിരൂപതയുടെ ഇടപെടലും വിശ്വാസികൾ തേടിയിരുന്നു. എന്തായാലും ഈ കുർബാന തടസ്സപ്പെടുത്തുന്നവർക്കൊരു താക്കീതാണ് ഇപ്പോൾ ഫരീദാബാദ് അതിരൂപതയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഈ കുർബാന തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഫരീദാബാദ് അതിരൂപത വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും സിവിൽ കാനൻ നിയമങ്ങൾ പ്രകാരമുള്ള നടപടികൾ ഉണ്ടാകും. ഇത്തരത്തിൽ ഏകീകൃത കുർബാനയല്ല നടക്കുന്നത് എന്ന പ്രചാരണം നടത്തുന്നത് അല്ലെങ്കിൽ അത് സമ്പൂർണ്ണമായും തെറ്റ് എന്ന് തന്നെ ഇപ്പോൾ ഫരീദാബാദ് അതിരൂപത ചൂണ്ടിക്കാണിക്കുകയാണ്. അതോടൊപ്പം തന്നെ സീനറ്റ് നിർദ്ദേശിച്ച ഏകീകൃത കുർബാനയാണ് ഇത്തരത്തിൽ അനുശാസിച്ചു വരികയാണെന്നും ഫരീദാബാദ് അതിരൂപത വ്യക്തമാക്കുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ ഉദാനഗീതം പാടുമ്പോൾ ഇത്തരത്തിൽ വൈദികൻ അൽത്താരയിൽ നോക്കി തല കുമ്പിടേണ്ട ആവശ്യമില്ല. അത്തരം പ്രചാരണങ്ങൾ അത് പൂർണ്ണമായും തെറ്റാണ്. ഇത്തരം പ്രചാരണങ്ങൾ നടത്തുന്നവർക്ക് സങ്കുചിത മനസ്സെന്നതാണ് ഫരീദാബാദ് അതിരൂപത വ്യക്തമാക്കുന്നത്. അതേസമയം ഈ കുർബാന ക്രമവുമായി ബന്ധപ്പെട്ട് വൈദികന് നേരെ കയ്യേറ്റം നടത്തുന്നവരെ ശക്തമായി തന്നെ അപലപിക്കുകയാണ്. ഇവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നും ഫരീദാബാദ് അതിരൂപത വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച അടക്കം ഡൽഹിയിലെ വിവിധ ദേവാലയങ്ങളിൽ വിശ്വാസികളുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തിയിരുന്നു. ഈ കുർബാന തടസ്സപ്പെടുത്തുന്ന നിലപാടിലേക്കെല്ലാം വിശ്വാസികൾ പോയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഫരീദാബാദ് അതിരൂപത തന്നെ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.